ഈവനിങ് ടൈമിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ കൂടെ പോയിട്ടുണ്ടോ? ആലപ്പുഴ വെൽക്കം ഡസ് വിത്ത് എ ബ്യൂട്ടിഫുൾ സൺസെറ്റ്. നമ്മള് ആലപ്പുഴ ബീച്ച് എത്തി. ഈസ്റ്ററിന് ആലപ്പുഴ ബീച്ചിൽ പോയാലേ തിരക്ക് ആസ്വദിക്കാൻ പറ്റുമോ? നമ്മൾ പോവാൻ പ്ലാൻ ചെയ്തപ്പോൾ നമ്മൾ ഓർത്തില്ല അവിടെ ബീച്ച് ഫെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന്. ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫ്രണ്ടൽ ബീച്ചും ഫുൾ ഓഫ് ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ്. അപ്പൊ നോക്കുമ്പോ ഈ വ്യൂ മേളിൽ നിന്ന് കിട്ടാൻ വേണ്ടി പാരച്യൂട്ടിൽ വരെ ആൾക്കാർ പറന്നുകൊണ്ടിരിക്കണം. ഇല്ലേ ഈ മിക്കി മൗസിന്റെ ഐറ്റം നമ്മുടെ ഏജിലുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നല്ലേ? ഓൾഡ് ചൈൽഡ്ഹുഡ് മെമ്മറീസ്. പിന്നെ കുറച്ചു നേരം കടല കുറിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ ഉമ്മച്ചക്ക് ഈ ഗോസ്റ്റ് ഹൗസിൽ കയറണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോ 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 നോ. പിന്നെ ഇങ്ങനത്തെ കുറെ റൈഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളോട് ചോദിക്കില്ലേ മൗണ്ടൻ പേഴ്സൺ ആണോ അതോ ബീച്ച് പേഴ്സൺ ആണോ ചോദിച്ചാല് ഞാൻ രണ്ടുമാണ്. നമ്മുടെ നാട്ടിൽ ബീച്ച് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബീച്ചിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ബീച്ചിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കാല് ഫുൾ കാണിച്ച് കഴിയുമ്പോൾ നമ്മുടെ കാല് മൊത്തം മണ്ണായിരിക്കും. അതിട്ട് ചെരുപ്പ് ഇടുമ്പോൾ അതിലും അലമ്പാവും. അതിനേക്കാളും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുള്ള ഐഡിയ പറയാം. അതൊരു കവർ എടുക്കുക, അതിനകത്ത് വെള്ളം നിറയ്ക്കുക, നമ്മൾ അതിനകത്ത് മുക്കുക, പിന്നെ പൊക്കുക. അതിൻ്റെ അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം തട്ടേ കയറി. നമ്മൾ മാത്രം ഞാനും ഉമ്മച്ചിയും അവിടെ ഫുള്ള് പൊളിക്കലായിരുന്നു. ചുക്കനെ കുറേ നേരം വിളിക്കണം. ഞാൻ മൈൻഡ് പോലെ ചേർന്ന് ഞങ്ങൾ അവിടെ നൈസായിട്ട് നിന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറി. അവിടെ നമ്മുടെ ലാറോസയിലെ മെയിൻ മോഡലായ സോന വന്നു. അവളെ ഞാൻ പരിചയപ്പെടുന്നത് +2 വെച്ചാണ് കെ സ്കൂളിൽ. കാണാൻ വേണ്ടി അവളുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ഇങ്ങോട്ട് വന്നാണ് ഗോയ്സ്. അവളുമായിട്ട് കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി.